ജീവിതത്തിൽ നന്മകൾ ദൈവം കേവലം തരുന്നവൻ മാത്രമല്ല, നന്മകൾ പെരുകി വരുവാൻ തക്കവിധം നമ്മളെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്നവനാണ്. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലെ നന്മകൾക്ക് ഒരു പെരുപ്പം സംഭവിപ്പാൻ പോകുകയാണ്. ഇച്ചിരി ഉള്ളേലും പേടിക്കണ്ട. ആ കുഞ്ഞു അപ്പപ്പൊതിയിൽ നിന്നും അനേകരുടെ വിശപ്പ് തീർക്കത്തക്ക വിധം അതിനെ വർദ്ധിപ്പിച്ച ഒരു കർത്താവാണ് നമ്മുടെ നന്മകളെ തൊടാൻ പോകുന്നത്. നിശ്ചയമായും നിങ്ങൾ ഞെട്ടുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ പോവാണ്. ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സന്തോഷത്തോടെ എല്ലാവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ സകലത്തിലും ചില കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ മേലുള്ള ദൈവകൃപ. പഠിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളും, നിങ്ങളുടെ തൊഴിലിടങ്ങളും, നിങ്ങളുടെ ബിസിനസ്സും, നിങ്ങളുടെ ഫിനാൻസും, നിങ്ങളുടെ സ്പിരിച്വാലിറ്റിയും, നിങ്ങളുടെ മിനിസ്ട്രിയും എല്ലാം അതിൽ വരുന്നുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യവും, നമ്മുടെ ഫാമിലി ലൈഫും, നമ്മളുടെ ഫിസിക്കൽ സ്ട്രെങ്തും അതിനകത്ത് വരുന്നുണ്ട്. നോക്കൂ, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ബ്യൂട്ടിഫുൾ. ആമേൻ. നന്ദി പറയാൻ കർത്താവിനെ നല്ല വചനത്തിനായിട്ട്. ഔദാര്യമായിട്ട് സഹായിക്കുന്ന ചില മനുഷ്യരെ നാം കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ അവരുടെ കരത്തിൽ കൊടുക്കാൻ പാകത്തിൽ നിറയുന്നതിനാലാണ് അവരത് ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ, ആന വാ തുറക്കുന്നത് കണ്ടുകൊണ്ട് അണ്ണാൻ വാ തുറക്കല്ലെന്ന്. വലിയ കാര്യങ്ങൾ പലരും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് തക്കവിധം അവർക്ക് സാധ്യതകളുള്ളത് കൊണ്ടും അവസരങ്ങളുള്ളത് കൊണ്ടുമാണ്. എന്നാൽ അതുപോലൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അങ്ങനെ എടുത്തു ചാടിയാൽ കാര്യം നടക്കില്ല. അങ്ങനെ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകളെ നമ്മളും വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിലും വലിപ്പം വെക്കുന്ന അനുഗ്രഹങ്ങളുടെ ആക്കം നമ്മൾ കൂട്ടണം. അപ്പോൾ സകല സൽപ്രവൃത്തികളിലും പെരുകി വരുന്ന നിലയിൽ ദൈവം നിങ്ങളെ സകല നന്മയിലും നിറയ്ക്കുമെന്ന് ഈ വചനം ഉറപ്പു നൽകുമ്പോൾ, എല്ലാ നന്മയും പെരുകി വരുമാറാക്കുന്ന കർത്താവിനെയാണ് ഈ തിരുവെഴുത്ത് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മകൾക്ക് ബന്ധനമല്ല ദൈവവചനം ഓഫർ ചെയ്യുന്നത്, നിശ്ചലതയല്ല ദൈവവചനം ഓഫർ ചെയ്യുന്നത്, പിന്നെയോ ഒരു പെരുപ്പമാണ്. ഒരു ആമേൻ പറയണം. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾക്ക് ഒരു പെരുപ്പം തന്നെ സംഭവിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളർച്ചകൾ ഇനിയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിലവിലുള്ളതിൽ നിന്നും കൂടുതൽ പെരുപ്പത്തിലേക്ക് എത്താൻ കൊതിക്കുന്നവരാണെങ്കിൽ ഈ ദൂത് ആമേൻ പറഞ്ഞേറ്റെടുത്തു. എന്താണ് ജീവിതത്തിൽ നന്മകൾ പെരുകി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? നല്ല കാര്യങ്ങൾ കൂടിക്കൂടി വരിക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പെരുകുക എന്ന് പറഞ്ഞാൽ കൂടിക്കൂടി വരുമ്പോഴാണല്ലോ പെരുകുന്നത്. അപ്പോൾ നന്മകൾ പെരുകുമെന്ന് പറഞ്ഞാൽ നന്മകൾ കൂടിക്കൂടി വരും, അങ്ങനെ അത് പെരുകും, അതിൻ്റെ അളവ് വലുതാകും. അപ്പോൾ കൂട്ടിക്കൂട്ടി വെച്ച് വളരുന്ന ഒരു വലിയ വളർച്ച. അപ്പം ഇതെങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ പെട്ടെന്നൊരു ലക്കായിട്ട് കിട്ടുന്നതല്ല, ലോട്ടറി അടിക്കുന്ന പോലെ അല്ല ഈ പരിപാടി. പിന്നെയോ ദൈവം നമ്മുടെ ലൈഫിലേക്ക് ആദ്യം ഒന്നിനെ അയക്കും, നമ്മളതിനെ മാന്യമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ രണ്ടാമതൊന്നിനെ അയക്കും, നമ്മൾ അതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ മൂന്നാമതൊന്നിനെ അയക്കും. ചുരുക്കി പറഞ്ഞാൽ ചെറുത് വരുന്നതിനെ, സ്മോൾ സ്കെയിലിൽ വരുന്നതിനെ കൃത്യമാംവിധം സേവ് ചെയ്താണ് ദൈവം നമ്മളെ വലിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തക്കവിധം പ്രാപ്തിയുള്ളവരാക്കി മാറ്റുന്നത്. യേശു തൻ്റെ വാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിന് വിചാരകൻ ആക്കും. അപ്പോൾ ചെറിയൊരു നന്മയായിരിക്കും ഇന്ന് നിങ്ങൾക്കുള്ളത്, നിങ്ങളത് നഷ്ടപ്പെടുത്തരുത്. അതിനെ പിടിക്കണം, അതിനെ നിലനിർത്തണം. 2, അതിനെ കൺസിസ്റ്റൻ്റ് ആക്കി വെക്കണം. ഒരു നന്മയും അടയാൻ അനുവദിക്കരുത്. ഒരു നല്ല ബന്ധവും മുറിഞ്ഞു പോകാൻ സമ്മതിക്കരുത്. ഒരു നല്ല അവസരവും നിങ്ങളെ വിട്ടുപോകരുത്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു നല്ല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഔട്ടാകരുത്. നല്ലതിനെ എല്ലാം മുറുകെ പിടിച്ചോണം. ഈ ബൈബിൾ അങ്ങോട്ട് തുറക്കുമ്പോൾ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നല്ലത് എന്ന് കണ്ട കർത്താവിൻ്റെ കാഴ്ചയെക്കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ചെറുതായുള്ളതിനെ, സ്മോൾ സ്കെയിലുള്ളതിനെ ചേർത്ത് വെക്കുക. 2, അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക. 3-ാമതായിട്ട് അതിനെ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ചെറുതായി വരുന്നതിനെ, സ്മോൾ സ്കെയിലുള്ളതിനെ പിടിച്ചെടുക്കുക. 2-ാമത് അതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുക. 3-ാമത് കൃത്യമായി അതിനെ ട്രാക്ക് ചെയ്യുക. എവിടെ
എപ്പോൾ ഏത് സമയത്താണ് ഇത് വരേണ്ടത്, എവിടെയെങ്കിലും അതിന് മുറിവോ അയവോ വരുന്നുണ്ടോ, എവിടെയെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ. കുഞ്ഞു നന്മകളിൽ പോലും ഇത്രത്തോളം കണ്ണ് തുറന്ന് നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണുകളിൽ ദൈവം ആശ്ചര്യകരമായ വലിയ കാര്യങ്ങൾ കാണാൻ കൃപ നൽകും. ആമേൻ. ഇനിയും ചോദിക്കട്ടെ, നമ്മളുടെ എല്ലാം ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് പുരുഷന്മാർ, അവർക്ക് ഒരു സമയം ഒരു കാര്യത്തിലെ ഫോക്കസ്ഡ് ആകാൻ പറ്റുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യും. പക്ഷെ ഒരാണിന് പലപ്പോഴും ഒരു കാര്യമേ ശ്രദ്ധാപൂർവം ചെയ്യാൻ കഴിയത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനെയാണ് പെരുപ്പിക്കണമെന്ന്, വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അഭിഷേകത്തെയാണോ? അഭിഷേകത്തെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പിരിച്വൽ ലൈഫിലേക്ക് കൂടുതൽ ടൈം ദൈവത്തോടുകൂടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, മാറിയിരിക്കണം. നിങ്ങൾക്ക് തന്നെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. നിങ്ങളുടെ വചന ശുശ്രൂഷയാണോ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾ കൂടുതൽ വായിക്കണം, എവ്രി ഡേ മെസ്സേജുകൾ തയ്യാറാക്കണം. നിങ്ങളെ കേൾക്കാൻ ആൾക്കാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും എവ്രി ഡേ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പ്രീച്ച് ചെയ്യണം. അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? നിശ്ചയമായി നിങ്ങൾ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യണം. നിങ്ങൾക്ക് പണമാണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾ സേവ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ഇൻകം സോഴ്സുകൾ കൂടുതൽ വലുതാക്കാനായിട്ടുള്ളതായ പദ്ധതികൾ ആവിഷ്കരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പഠിത്തമോ നല്ലൊരു സ്കില്ലോ ആണോ ഡെവലപ്പ് ചെയ്യേണ്ടത്? നിങ്ങൾ കൂടുതൽ അതിനെ പഠിക്കുവാൻ എവറി ഡേ 30 മിനിറ്റ് പ്രത്യേകം ഓരോ ദിവസവും മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളെയാണോ നമുക്ക് വളർത്തേണ്ടത്? പുതിയ ആൾക്കാരോട് പരിചയപ്പെടുക, നല്ല നല്ല സംഭാഷണ രീതികൾ വികസിപ്പിക്കുക, എങ്ങനെ മറ്റൊരാൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു നല്ല വ്യക്തിയായി തീരാമെന്നുള്ളത് സ്വയം ആത്മപരിശോധന ചെയ്യുക. വേറെ ഒരാൾക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നിർബന്ധപൂർവ്വം അതിനെ ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് വളരാനുള്ളതായ മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും എങ്ങനെയാണ് പെരുകി വരുന്ന നിലയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത്? അതിന് 5 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേഗം ഒന്ന് പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, ഓരോ ദിവസവും 1%, മിനിമം 1% നിങ്ങൾ ഡെവലപ്ഡ് ആയിക്കൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും 1% ഡെവലപ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ മിനിമം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾ വളർച്ച ആഗ്രഹിക്കുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരു ബുക്കോ ഒരു നോട്ടോ സെറ്റ് ചെയ്തിട്ട് ഇന്നലെ എവിടെ വരെ ആയിരുന്നു അതിൻ്റെ അടുത്ത പോർഷനിലേക്ക് ഇന്ന് നിശ്ചയമായും കയറണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് മോട്ടിവേഷൻ ഉണ്ടെങ്കിലേ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ലൈഫിലെ ഏറ്റവും വലിയൊരു അബദ്ധമാണ്. ദയവ് ചെയ്ത് മോട്ടിവേഷൻ ഇല്ലേലും മൂടുണ്ടേലും ഇല്ലേലും മുന്നോട്ട് പോകുമെന്ന് നിർബന്ധ ബുദ്ധിയ തീരുമാനിക്കുക. മൂടുണ്ടേലും ഇല്ലേലും ഞാൻ ചെയ്തിരിക്കുമെന്ന നിലയിൽ ഒരു സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്യട്ടെ. ട്രാക്ക് ചെയ്യുക. എവിടെ വരെ എത്തി, എത്രത്തോളം വികസിതമായി, എത്രത്തോളം കാര്യങ്ങൾ സക്സസ് ആയി, ഈ കാര്യത്തിൽ കൃത്യമായ ഒരു നിയന്ത്രണം ഉണ്ടാക്കി വെക്കണം. അടുത്ത കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല കാര്യങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് പെരുകി വരണമെങ്കിൽ ചോർച്ച അടയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. പണമാണെങ്കിൽ അനാവശ്യമായിട്ട് അതെവിടെയാണ് ചെലവഴിക്കപ്പെടുന്നത്? സമയമാണെങ്കിൽ ഗുണമില്ലാത്ത എത്രയിടത്താണ് പോയി അനാവശ്യ സംസ്കാരങ്ങളിൽ നേരം കളയുന്നത്? സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എത്ര നേരമാണ് വെറുതെ ഞാൻ അതും ഇതും കണ്ടുകൊണ്ടിരിക്കുന്നത്? കട്ട് ഓഫ് ചെയ്യുക. ചോർച്ച അടച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ റിസൾട്ട് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാനിത് തുടങ്ങിയിടത്ത് നിന്നും ഇപ്പോൾ എത്തുമ്പോഴേക്കും എത്രത്തോളം പുരോഗതി ഉണ്ടായി, എത്രത്തോളം എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, എത്രത്തോളം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ചെറിയൊരു തോതിലായിരുന്നു ആത്മമണ്ഡലം തുറക്കപ്പെടുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അതിനകത്ത് വിഷൻ്റെ ഒരു ഫ്ലോ എത്രത്തോളം ഉണ്ട്, എനിക്ക് എത്രത്തോളം ആ ഫ്രീക്വൻസിയിലേക്ക് കയറാൻ കഴിയുന്നുണ്ട്. ദൈവവചനം പ്രസംഗിക്കുന്നതോ പഠിക്കുന്നതോ ആണെങ്കിൽ എത്രത്തോളം ഞാൻ കവർ ചെയ്തു, എത്ര സബ്ജക്റ്റുകൾ ഞാൻ പുതുതായിട്ട് പഠിക്കാൻ വായിക്കാൻ എനിക്ക് കഴിഞ്ഞു. പ്രാർത്ഥിക്കുന്ന നിലയിൽ കയറി വരാനാണെങ്കിൽ ഞാൻ എത്രത്തോളം ആത്മമണ്ഡലത്തിലേക്ക് എന്നെ തന്നെ എൻ്റെ അനോയിൻറ്റിങ്ങിനെ എനിക്ക് റൈസ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ടിൽ നിന്നും ഈ ആഴ്ചത്തെ റിപ്പോർട്ടിലേക്ക് ഒന്ന് നമ്മൾ മാറി ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. മുരടിച്ചു പോകുന്ന പരിപാടിയെ വേരോടെ പറിച്ചു കളഞ്ഞിട്ട്, എവിടെയെങ്കിലും പുഴുക്കടിയുള്ള ഇലകളുണ്ടെങ്കിൽ അന്നേരം അത് നുള്ളിക്കളഞ്ഞിട്ട് നല്ല നാമ്പുകളെ വേണ്ട വിധത്തിൽ പരിപോഷിപ്പിച്ചെടുക്കാൻ ഇത് നമ്മളെ വ്യക്തമായി സഹായിക്കും. ഇനി പരിശുദ്ധാത്മാവ് എന്നെ ഒരു 3-4 കൂട്ടം മേഖലകളിൽ കിടക്കുന്ന ആൾക്കാരെ കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ വ്യക്തികൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ ഇനി ഞാൻ എന്ത് ചെയ്യും, എനിക്ക് സാധ്യതകൾ പോലും ഇല്ല എന്നുള്ള നിലയിൽ കംപ്ലീറ്റ്ലി ലൈഫിൻ്റെ എല്ലാ സന്തോഷങ്ങളിലും ഔട്ടായി പോയവരാണ്.
നിങ്ങളോട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ്. നിങ്ങളൊരു പുതിയ തുടക്കം കുറിക്കാൻ, പെരുകി വരാൻ തക്കവിധം ദൈവകരത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ശൂന്യമായ ജീവിതത്തെ തന്നെ വെച്ചു കൊടുത്തു. ദൈവം അതിനെ നിറച്ചോളും. രണ്ടാമത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചത്, പല വിധത്തിൽ ഉയരാൻ അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ പലരും വിച്ച്ക്രാഫ്റ്റ് പോലെയുള്ള കാര്യങ്ങൾ പ്രയോഗിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ നീർച്ചുഴിയിൽ പെട്ടുപോയി ആ വിഭ്രമ വലയത്തിൻ്റെ അകത്ത് സ്വന്തം ലൈഫ് സ്പോയിൽ ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടു പോയ കുറച്ച് മനുഷ്യരുണ്ട്. കഷ്ടം തോന്നുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് ഒരു ഫ്രീഡം തരാൻ ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒരു ഓർഡിനറി ലെവലിൽ ഇങ്ങനെ പോകുന്നുണ്ട്. പൈസ കിട്ടുന്നുണ്ട്, അതുപോലെ ചിലവാകുന്നുണ്ട്. ജോലിയുണ്ട്, അതേ സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. വർഷങ്ങൾ രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ എന്നിട്ടും എങ്ങും എത്താൻ കഴിയാതെ ലോക്കായി പോയവരോടും കർത്താവ് പറയുന്നു, ഞാൻ ഈ പാറ്റേൺ പൊട്ടിക്കും, നിന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും. ദൈവമക്കളെ, ഒരു വിടുതലിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പെരുകുന്നത്, സമൃദ്ധി പെരുകുന്നത്, പണം പെരുകുന്നത്, സാധ്യതകൾ പെരുകുന്നത്, ബന്ധങ്ങൾ പെരുകുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾ ഉയർച്ച പ്രാപിക്കുന്നതിൽ ആഹ്ലാദിക്കുന്നൊരു ഹൃദയം എനിക്കുണ്ട്. എൻ്റെ വാക്കുകൾ അതിന് നിങ്ങൾക്ക് പ്രോത്സാഹനമാണ്. സകല സൽപ്രവൃത്തികളിലും പെരുകി വരുമാറ് നിങ്ങളിൽ എല്ലാ നന്മയും പെരുകുവാൻ ദൈവം മതിയായവനാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്നേഹം നിറഞ്ഞ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വാത്സല്യനിധിയായ പ്രിയപ്പെട്ട പുത്രനും ഞങ്ങളുടെ പ്രാണരക്ഷകനുമായ യേശു നിമിത്തം ഞങ്ങളുടെ ലൈഫിലേക്ക് അങ്ങ് അനുവദിച്ചു തരുന്ന എല്ലാ സമൃദ്ധികളുടെയും അനുഗ്രഹങ്ങളുടെയും വളർച്ചയ്ക്കും പെരുപ്പത്തിനായിട്ടും ഞങ്ങൾ നന്ദിയുള്ളവരായി അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സകല നന്മകളും പെരുകി വരാൻ അങ്ങ് കാരണക്കാരനാകുന്നു. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്നതും സംഭവിക്കാൻ പോകുന്നതുമായ വലിയ വിശാലതകൾക്ക് എന്താണ് കാരണമെന്ന് തിരയുന്നവരൊക്കെയും അതറിയും. ഈ വളർച്ചയുടെ പുറകിൽ നിൽക്കുന്നത് ഞങ്ങളുടെ പിതാവായ ദൈവമാണ്. അങ്ങയുടെ സ്നേഹത്താലാണ് ഇതൊക്കെയും സംഭവിക്കുന്നത്. അപ്പാ, നിലവിൽ യാതൊരു ഓപ്ഷനും മുമ്പിലില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, എനിക്ക് വഴികളില്ല എന്ന്, എന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല എന്ന്, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇതിവരുടെ അവസ്ഥയാണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്ന, ഞാൻ നിന്നെ ശക്തീകരിക്കുമെന്ന് ഉറപ്പ് തരുന്ന, എൻ്റെ ബലമുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് ധൈര്യം തരുന്ന വിശാലതകളുടെ തമ്പുരാൻ ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. പലരുടെയും ലൈഫിൽ കർത്താവെ വളർച്ചകൾ, പുരോഗതികൾ അതിവിദഗ്ധമായി ചിലർ ഇടപെട്ട് തകർത്ത് കളഞ്ഞിരിക്കുകയാണല്ലോ. ചിലരുടെ അനുഗ്രഹങ്ങളെ ചിലർ ബന്ധിച്ചു വെച്ചിരിക്കുകയാണല്ലോ. കർത്താവെ, അത്തരത്തിലുള്ളതായ മാന്ത്രിക തടവറകളുടെ അകത്ത് കിടന്ന് നരകിക്കുന്നവരെല്ലാം യേശുവിൻ്റെ സമൃദ്ധമായ ശക്തിയാലും യേശുവിൻ്റെ രക്തത്തിൻ്റെ സ്വാതന്ത്ര്യത്താലും അത്തരം ജീവിതാവസ്ഥകളിൽ നിന്ന് ഇപ്പോൾ തന്നെ വിടുവിക്കപ്പെട്ട് പുറത്തേക്ക് വരട്ടെ. ഇന്ന് പകല് തന്നെ നിങ്ങളുടെ ലൈഫിൽ ദൈവം പുതിയ വാതിൽ തുറക്കുന്നത് നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എവിടെയോ കിട്ടത്തില്ലെന്ന് പറഞ്ഞ ചില അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരാൻ പോവുകയാണ്. ചിലതിൻ്റെ ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. പിതാവേ, സ്തംഭിക്കപ്പെട്ടു പോയവർ, ബന്ധിക്കപ്പെട്ടു പോയവർ, യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ വിടുതൽ ഏറ്റെടുക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഒരു നിശ്ചിത കാലഘട്ടത്തിനപ്പുറത്ത് ഒരേ വിഷയത്തിൽ തന്നെ തളച്ചിടപ്പെട്ടവരെ പോലെ കിടന്ന് നരകിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വളരേണ്ട സമയം കഴിഞ്ഞു, രക്ഷപ്പെടേണ്ട സമയം കഴിഞ്ഞു, വലിയ വലിയ ഉയർച്ചകളിൽ എത്തേണ്ട നേരം കഴിഞ്ഞു. എന്നിട്ടും ഒന്നുമാകാതെ ജീവിതത്തിൻ്റെ മുൻപിൽ എനിക്കൊന്നുമാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വേദനയോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കൾക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇവരെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇവരുടെ ലൈഫിലെ ഈ ചലഞ്ചുകൾ മാറിപ്പോട്ടെ.
പെട്ടെന്ന് ജീസസ് വേഗത്തിൽ അപ്പാ ഇത്രയും കാലം ഇവർക്ക് കഴിയാതെ പോയ, ഇവരുടെ നഷ്ടപ്പെട്ടു പോയ സമയകാലക്രമത്തിൻ്റെ അകത്ത് ഇവർക്ക് നഷ്ടമായതും ഇവരിൽ നിന്ന് അതിവിദഗ്ധമായി തടഞ്ഞതുമായ വൻ പുരോഗതിയിലേക്ക്, വിശാലതയിലേക്ക് ഇവരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ദൈവ പ്രവൃത്തി ഇവർക്ക് വേണ്ടി തുറന്നു വരട്ടെ. ഇന്ന് നീ എന്നോട് കൂടെ പറുദീസായിൽ ഇരിക്കും എന്ന് തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാരനോട് യേശു പറഞ്ഞു എങ്കിൽ, അങ്ങയുടെ മുൻപിൽ ഇപ്പോൾ ആയിരിക്കുന്ന അങ്ങയുടെ ഈ പൊന്നോമനകൾക്ക് എൻ്റെ കർത്താവിനാലുള്ള വലിയ അനുഗ്രഹം പെട്ടെന്ന് ഇവരുടെ ലൈഫിൽ പിടിച്ചെടുക്കാനുള്ള കൃപ കർത്താവ് തുറക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവേ, നിലവിൽ ഒരു പുതിയ സ്വപ്നത്തോടെ 1, 2, 3 എന്ന നിലയിൽ പല കാര്യങ്ങൾ ചെറുതായി ശേഖരിച്ച്, ഉറുമ്പ് ശേഖരിക്കുന്നത് പോലെ, കിളി ശേഖരിക്കുന്നത് പോലെ ശേഖരിച്ച് ഒരു വലിയ സ്വപ്നത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സ്വപ്നങ്ങൾ സഫലമാവട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഉദ്യമങ്ങൾ യാഥാർത്ഥ്യം ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പൂർണ്ണത നൽകുന്ന, പൂർത്തീകരിക്കുവാൻ കൃപ തരുന്ന യേശുമിശിഹായുടെ നാമത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ആത്മീകമായി ദൈവസ്നേഹത്തിൽ അങ്ങയോട് ചേർന്ന് നിന്ന് ഇവർ വെക്കുന്ന ഈ ചുവടുകൾ ഗംഭീര വിജയമായി തീരട്ടെ. സർവ്വ ഐശ്വര്യങ്ങളും ഇവരുടെ ലൈഫിലേക്ക് വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ധാരാളമായി എൻ്റെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൽ, പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ മുകളിലുള്ള MK ടവറിൻ്റെ 7ാം നിലയിൽ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയുടെ ആരാധന നടക്കുന്നു. നിങ്ങൾ വരണം. സമൃദ്ധി അനുഭവിക്കാൻ, ജീവിതത്തിൽ സമാധാനം പ്രാപിപ്പാൻ, കൂടുതൽ വിശാലതയിലേക്ക് വളരാൻ, നന്മകളിൽ ഇനിയും വലിപ്പം കൂട്ടാൻ, ദൈവത്തോടുകൂടെ ചേർന്ന് ഈ ജീവിതം ഒരു ഉത്സവമാക്കി തീർക്കാൻ, നിത്യതയുടെ സന്തോഷം ഇവിടം മുതൽ തന്നെ അനുഭവിച്ചു തുടങ്ങാൻ നിങ്ങൾ കൊതിക്കുന്നുണ്ടോ? വേഗം പോരെ. ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ശുശ്രൂഷയാണിത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് അനേകർക്ക് ഷെയർ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തോ. എവറി ഡേ നിങ്ങളെ തേടി കർത്താവിൻ്റെ ആലോചനകൾ ഈ ചാനലിലൂടെ എത്തും. ദൈവപിതാവിൻ്റെ സ്നേഹം, യേശുരാജാവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.